മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമെതിരെ CPM ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിൽ വിമർശനം. നേതൃത്വം ശൈലി മാറ്റണമെന്നും തിരുത്തിയില്ലെങ്കിൽ പാർട്ടിക്ക് നിലനിൽപ്പില്ലെന്നുമാണ് കമ്മിറ്റിയിൽ വിമർശനമുയർന്നത്. പിണറായിക്കെതിരായ ജനവികാരം പാർട്ടിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെന്നും കമ്മിറ്റിയിൽ വിമർശനമുയർന്നു. പിണറായിയെ പ്രതിരോധിച്ചും ഒരു വിഭാഗം നേതാക്കൾ രംഗത്തെത്തി. എല്ലാ കുറ്റവും പിണറായിക്ക് മേൽ ചുമത്തേണ്ടതില്ലെന്നായിരുന്നു പിന്തുണയ്ക്കുന്നവരുടെ വാദം. ക്രിക്കറ്റ് കളിയിൽ തോറ്റാൽ ക്യാപ്റ്റന് മാത്രമല്ല കുറ്റം, പാർട്ടിയും മുന്നണിയുമാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. പിണറായിയെ മാത്രം എങ്ങനെ കുറ്റക്കാരനാക്കുമെന്നും ഒരു വിഭാഗം വാദിച്ചു. ആലപ്പുഴ ജില്ലാ നേതൃത്വത്തിനെതിരെയും കമ്മിറ്റിയിൽ വിമർശനമുയർന്നു. ജില്ലാ നേതൃത്വം പരാജയമായിരുന്നു, സംഘടനാ സംവിധാനം താഴെത്തട്ടിൽ ദുർബലമായിരുന്നുവെന്നും ബ്രാഞ്ചുകളുടെ യോഗം പോലും കൃത്യമായി നടക്കുന്നില്ലെന്നും വിമർശനമുയർന്നു. എല്ലാ ജില്ലകളിലും വിമർശനം. പിണറായി വിജയനും MV ഗോവിന്ദനുമെതിരെ നേതൃമാറ്റമടക്കം ആവശ്യം. തുറന്നു പറയാനുള്ള അവസരം നൽകി തിരുത്തലിന് തയ്യാറാകുന്ന CPMൽ നേതൃത്വം നേരിടുന്നത് കടുത്ത വിചാരണ. തെരഞ്ഞെടുപ്പ് പരാജയത്തെക്കുറിച്ചുള്ള പരിശോധന ജില്ലാതലത്തിലും പൂർത്തിയായി. ഇനി ഏരിയ തലം തൊട്ട് താഴോട്ടുള്ളവരുടെ ഊഴമാണ്. പറയുന്നതെല്ലാം കേട്ട് റിപ്പോർട്ട് തയ്യാറാക്കുന്നതല്ലാതെ ന്യായീകരണമോ മറുപടിയോ ഈ യോഗങ്ങളിൽ ഉണ്ടായില്ല. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും വിമർശനങ്ങൾക്കിരയായി. സംസ്ഥാന സെക്രട്ടേറിയറ്റ് പുനഃസംഘടിപ്പിക്കണമെന്നും നേതൃമാറ്റം വേണമെന്നുമുള്ള വിമർശനങ്ങൾ പാർട്ടി യോഗങ്ങളിൽ ഉയർന്നത് അപൂർവമാണ്. തോറ്റതിനു ശേഷം പിണറായി വിജയൻ മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്ന കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറാകാതിരുന്നത് അണികളെ കൂടുതൽ ദുർബലമാക്കിയെന്ന് ജില്ലാ നേതാക്കൾ ചൂണ്ടിക്കാട്ടി. എല്ലാ ജില്ലകളിലും ഇത്തരം വിമർശനങ്ങൾക്ക് സമാനതയുണ്ടായിരുന്നു. അതിനു പിന്നിൽ ആസൂത്രിത നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന സംശയവും നേതാക്കൾ പ്രകടിപ്പിക്കുന്നുണ്ട്. പ്രതിപക്ഷ നേതാവായി പിണറായിയെ വീണ്ടും തിരഞ്ഞെടുത്തതിൽ പലയിടത്തും അമർഷം പ്രകടമായ ഘട്ടത്തിലാണ് പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ വോട്ടിനിട്ടാണ് അദ്ദേഹത്തെ നിശ്ചയിച്ചതെന്ന വാർത്ത പുറത്തുവരുന്നത്. അതോടെ പിന്നീട് ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗങ്ങളിൽ വിമർശനത്തിന് കടുപ്പം കൂടി. പരാജയമുണ്ടായപ്പോൾ നേതൃത്വത്തിലെ ഒന്നോ രണ്ടോ പേരിലേക്ക് കുറ്റം ചാർത്തുന്ന കമ്മിറ്റി അംഗങ്ങൾ ജനങ്ങൾ പാർട്ടിയിൽ നിന്നും അകന്നു പോകുന്നത് എന്തുകൊണ്ട് അറിഞ്ഞില്ലെന്ന ചോദ്യവും ഉയരുന്നുണ്ട്. ജില്ലാ കമ്മിറ്റി യോഗങ്ങളിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ മുഴുനീളം പങ്കെടുക്കുന്നുണ്ട്. എല്ലാ വിമർശനങ്ങളും ഇവർ ക്രോഡീകരിക്കും. ഏരിയ കമ്മിറ്റി യോഗത്തിൽ അവരവരുടെ ജില്ലകളിൽ നിന്ന് മാറിയാണ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾക്ക് ചുമതല നൽകിയിട്ടുള്ളത്. ബ്രാഞ്ച് തല യോഗത്തിന് ശേഷം അനുഭാവി യോഗങ്ങൾ കൂടി വിളിച്ചു ചേർക്കും. ജൂൺ 6, 7 തീയതികളിൽ സംസ്ഥാന കമ്മിറ്റി നിശ്ചയിച്ചിട്ടുണ്ട്. ചർച്ചയുടെ അടിസ്ഥാനത്തിലുള്ള റിപ്പോർട്ട് സംസ്ഥാന സമിതിയിൽ വെക്കും. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുപ്പിന്റെ ഫലം സംബന്ധിച്ച് പാർട്ടിയുടെ പരിശോധനാ റിപ്പോർട്ട് CPM അംഗീകരിക്കുക. വിമർശനങ്ങൾ ഇങ്ങനെ നീളുകയാണ്. സർക്കാരിനെയും പാർട്ടിയെ നിയന്ത്രണത്തിലാക്കി പിണറായി വിജയൻ പ്രവർത്തിച്ചു. ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കി ജയിപ്പിച്ചെടുക്കാനുള്ള തത്രപ്പാടിലേക്ക് MV ഗോവിന്ദൻ മാറി. പാർട്ടി ദുർബലമാകുന്നത് തിരിച്ചറിയാനാകാത്ത വിധം സംസ്ഥാന സെക്രട്ടേറിയറ്റ് മരവിച്ചു. സാധാരണക്കാരുമായി ബന്ധമില്ലാത്ത വിധം നേതാക്കൾ അകന്നു. പാർട്ടിയിൽ നടപ്പാക്കിയ പല പരിഷ്കാരങ്ങളും സംഘടനയെ ദുർബലമാക്കുന്നതായി. പ്രായപരിധിയിലെ ടേം അവസ്ഥയിലുമായി കഴിവുള്ള നേതാക്കളെ പുറത്തു നിർത്തി. MV ഗോവിന്ദന്റെ വാർത്താ സമ്മേളനങ്ങളും പിണറായിയുടെ പദപ്രയോഗങ്ങളും ജനങ്ങളെ അകറ്റി. SDP ചേർത്ത് നിർത്താനുള്ള ശ്രമം ഇടത് അനുഭാവികൾക്ക് ഉൾക്കൊള്ളാനായില്ല.